എപ്പിടെ ഇരിക്കും എല്ലാരും സുബൈക്ക് 4:20 തന്നെ പോവാണ് നമ്മള് കോഴിക്കോട്ടേക്ക്. സൂര്യൻ ഉദിച്ചപ്പോ തന്നെ എത്തിക്കണം. അതുകൊണ്ട് കട്ടനകത്തേക്ക് നിർബന്ധം. ഹോട്ടലിൽ ഇങ്ങോട്ട് കയറി ചായയും കുടിച്ച് ഇറങ്ങി ഉമ്മമാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നാട്ടോ. അന്നേരം രാവിലെ തന്നെ ഇവിടെ എത്തണം. എന്നാലും പെട്ടെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ ഉത്തർക്കേണ്ടി വരും. ഇവിടെ എത്തിയപ്പോ തന്നെ 4ാമത്തെ ആളെ നമ്മള് ഡോക്ടർ വരാൻ ഇതിലും കുറച്ചൊരു ടൈം കൊടുക്കും. അതുകൊണ്ട് ഞാനും കസിനും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലൊക്കെ ഒന്നേ ഇതൊന്നും സാധനം അറിയണ കമന്റ് ചെയ്താളി. ഓ ഇതൊക്കെ ഒരു ഹോസ്പിറ്റലാണല്ലേ. ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് അവിടെ. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടന്നു. പിന്നെ ഇവിടെ തന്നെ തൊട്ടടുത്തായിട്ട് ക്യാൻസർ സെന്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് കയറി അതേപോലെ ഇറങ്ങി. ഇവിടെ ഇത് ബംഗാളികളൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്ന സാധനമല്ലേ. പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയണോലുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞാൽ ഏതായാലും മനസ്സിനാകെ ഉറക്കം വരുന്നുണ്ട്. കാറിൽ തന്നെ പോയി ഒന്നുകൂടി ഒന്ന് ഉറങ്ങാണ്ട് വണ്ടിയാളെ ഒച്ചപ്പാടും വേളം കൊണ്ട് മനസ്സും പിന്നെ നീച്ചു. എവിടെ അങ്ങോട്ട് സമാധാനം തരുന്നില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ. ഉമ്മമ്മ ഏതായാലും ഡോക്ടറെ കാട്ടിയിട്ട് പോകുന്നു. നമ്മളാണെങ്കിൽ വീട്ടിലോട്ട് പോവാണ്. കസിനാണ് വണ്ടി എടുക്കുന്നത്. ഇന്റെ ഉറക്കം കറക്റ്റ് ശരിയായിട്ടില്ല. ഏതായാലും നമ്മൾ മനസ്സത്തിന് എടുക്കണെത്തി. ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈമാണ്. എല്ലാവരെയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിക്കണം. സീബോട്ടിന്റെ ഐഡിയ പോസ്റ്റിംഗ് കാലിന് വെള്ളം പറഞ്ഞു കൊടുത്താല് മേലെ അല്ലേ വരുമല്ലോ. വീട്ടിലെത്തി ഡ്രസ്സ് മാറ്റാൻ ഇറങ്ങി നമ്മൾ. അടുത്തൊരു യാത്ര പോകാനുള്ളതാണ്. തൊട്ടപ്പുറത്ത് നാട്ടിൽ തന്നെയാണ്. ഈ ഒരു സെറ്റ് ഒന്ന് മാറ്റണം. അതിനാണ് നമ്മൾ പോണത്. KB ബൈന് സീബുട്ടനെയും കാണാനല്ല. ചെക്കന്മാര് റൈസ് വാങ്ങാൻ വേണ്ടി പോയതേനി. വല്ല കള്ളന്മാരും തട്ടിക്കൊണ്ടേ എന്തോ. പോയിട്ട് ഇപ്പൊ 3/4 മണിക്കൂറായി. ഇതാക്കണ് വരുന്നേ 5ന്റെ ഐസിന് വേണ്ടിട്ടേ 1 കിലോമീറ്റർ താണ്ടിക്കണ്ടാവും പോരുന്നത്. ചെക്കന്മാരൊക്കെ ഒരു ഹൈ റേഞ്ച്. ഏതായാലും കിട്ടിയത് റാഹത്ത്. അപ്പം നോക്കെ ചെറിയ വീഡിയോ.